പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ ആരാധന നിമിഷം, ഈ കാലഘട്ടങ്ങളിൽ കർത്താവുമായുള്ള ബന്ധത്തെ, കർത്താവുമായുള്ള ഇതൊരു വിരുന്നനുഭവമാണ് പ്രിയമുള്ളവരെ. ആരാധന ഒരു വിരുന്നനുഭവമാണ്. ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദം നൽകുന്ന വിരുന്നാണ് അൾത്താരയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരും സ്വർഗീയ സൈന്യങ്ങളും വിശുദ്ധ കൂട്ടായ്മയും സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത് പോലെ അങ്ങനെ ഒരു വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ കെട്ടുകൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, ബലഹീനതകൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ആരാധനയിൽ എങ്ങനെ സൗഖ്യമാക്കപ്പെടുന്നു? അത് ആരാധന സൗഖ്യമാക്കപ്പെടുന്നത് ജീവിക്കുന്ന ദൈവവുമായുള്ള എൻ്റെ പരിപൂർണ ലയനത്തിലൂടെയാണ്. ജീവിക്കുന്ന കർത്താവുമായിട്ട് ഞാൻ ആരാധനയിൽ ഒന്നായി തീരുമ്പോൾ എൻ്റെ പരിസരങ്ങൾ, എൻ്റെ പ്രദേശങ്ങൾ, എൻ്റെ നിലപാടുകൾ, എൻ്റെ മാനസിക വ്യാപാരങ്ങൾ, എൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ബന്ധങ്ങൾ ഒന്നും പരിഗണിക്കാതെ നീ ഉയർത്തി വിടണം നിൻ്റെ വിശ്വാസത്തെ, എൻ്റെ ജീവിക്കുന്ന കർത്താവുമായിട്ടൊന്ന് ചേരുവാനായിട്ടാണ്. 73-ാം സങ്കീർത്തനം പറയുന്നു, ആകയാൽ കർത്താവെ, എൻ്റെ ആത്മാവ് അങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ആനന്ദവും സന്തോഷവും പരിപൂർണമായ മോചനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞാനങ്ങയെ അന്വേഷിക്കുന്നു, യുഗങ്ങളായി ഞാനങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയെ അന്വേഷിക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആനന്ദം. അങ്ങയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആരാധനയിൽ നമ്മുടെ നിലപാടുകൾ മാറണം, നമ്മുടെ വികാരങ്ങൾ മാറണം, നമ്മുടെ മാനസിക നിലപാടുകൾ മാറണം, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറണം. ഞാനും എൻ്റെ കർത്താവുമായുള്ള ഒരു ബന്ധം, ഒരു ആന്തരികതയുടെ ആയിരിക്കൽ. ആരാധന എപ്പോഴും ആന്തരികതയുടെ വിഷയമാണ്. ആരാധന വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. ആരാധന ബന്ധം വിശ്വാസം വഴി ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ആരാധന. അങ്ങനെ ആത്മാവ് നിറയും, ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ശാരീരികമായ അടയാളങ്ങളിലൂടെ, ഫിസിക്കൽ എക്സ്പ്രഷനായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ആരാധന നിമിഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നാം കൊണ്ടു നടക്കുന്ന ചില മനോഭാവങ്ങൾക്ക് നമുക്ക് മാറ്റമുണ്ടാവുന്നത് ആരാധന മണിക്കൂറിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിരത്തിൽ തടസ്സങ്ങളിലൊക്കെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ആരാധന മണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു മനോഹരമായ 17-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈശോയുടെ വചനങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ആകയാൽ ഞാനും നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ. എൻ്റെ പ്രിയ, ഇത് വളരെ മനോഹരമായൊരു ബന്ധമാണ്, അപ്പോസ്തലിക അടയാളത്തിൻ്റെ ബന്ധം. ഈശോ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പിതാവിനോട്. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഈ നിങ്ങളും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാനായിട്ടാണ്. ഈശോയുടെ പ്രാർത്ഥനയാണത്. ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ഈശോയുടെ ആഗ്രഹം നമുക്ക് ഏറ്റവും അധികം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ ആരാധന. വിശുദ്ധ കുർബാന എന്ന കൂദാശയിലെ സജീവത, ആരാധനയിലെ സജീവത, അവിടെ നമ്മുടെ സംശയങ്ങളില്ലാണ്ടാകുന്നു, നമ്മുടെ തെറ്റായ നിഗമനങ്ങൾ അവിടെ ഇല്ലാണ്ടാകുകയാണ്. ദൈവവചനത്തെ നിങ്ങൾ പരിപൂർണമായി പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വികലമായ വികാരങ്ങൾ, ചിന്തകൾ, വചനത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, സഭയെക്കുറിച്ച് തെറ്റായ ചിന്തകൾ, വിശ്വാസത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ കർത്താവ് നിങ്ങൾക്ക് പരിപൂർണമായി നിങ്ങളെ സുഖപ്പെടുത്തും ആരാധനയിലൂടെ. അപ്രകാരം ആരാധിക്കുവാനായിട്ട്, അപ്രകാരം ആ ബന്ധത്തെ പ്രകടമാക്കുവാനായിട്ട് നമ്മുടെ ആരാധന മണിക്കൂറുകൾ നമുക്ക് സാധിക്കണം. ദിവികാരുടെ സന്നിധിയിലാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലാണ്
എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. നമ്മൾ അങ്ങനെയാണ് താനും. നാം ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മൾ അങ്ങനെയാണ്. കർത്താവിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ ഈ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം, ഈ ഒരു സ്വന്തമാക്കപ്പെട്ട അനുഭവം, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ഭൂമിയുടെ ഭാഗമല്ല, ഞാൻ കടന്നു പോകേണ്ടവനാണ്, ഞാൻ അവിടത്തേക്ക് സ്വന്തമാകേണ്ടവനാണ്. അതാ ഒരു വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട്. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിൻ്റെ മുന്നാസ്വാദനമുണ്ട്. കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക്, നമ്മുടെ തെറ്റായ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമല്ല. അതിനെല്ലാം ട്രാൻസെൻഡ് ദ വെരി പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദ വെരി പ്രസൻസ് ഓഫ് ദ ലോർഡ് ട്രാൻസെൻഡ്സ്. എൻ്റെ എല്ലാ കുറവുകളെയും അത് ഇല്ലാതാക്കുകയാണ്. മക്കളെ, നിങ്ങൾ വിശ്വസിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ എല്ലാ കുറവുകളെയും ഇല്ലാതാക്കുകയാണ്, എൻ്റെ ബലഹീനതകളെ. കാരണം കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ, എന്താണ്? നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, നിങ്ങൾ മരിച്ചു. എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, ഈ അപ്പം സ്വീകരിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. കാരണം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ഈ സാന്നിധ്യമാണ്. The bread I will give for the life of the world is my flesh. ഞാൻ എൻ്റെ ശരീരമാണ്, ഈ സാന്നിധ്യമാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ ആരാധന സാന്നിധ്യം, കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കും സാന്നിധ്യം തന്നെ. ആ അവസ്ഥ തന്നെ നമ്മളെ മാറ്റുന്നുവെന്ന് മക്കൾ വിശ്വസിക്കണം. കൃപയാണെന്ന്, സൗഖ്യമാണെന്ന് ഇവിടെ ഈ സജീവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് തിരിച്ച് നിരാശയുമായിട്ട് കടന്നു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഒരു കുഞ്ഞിനെ പോലും കർത്താവിന് ഉറങ്ങുകയാണെങ്കിൽ പോലും വചനം പറയുകയാണ്, അവളും തള്ളിക്കളയുകയില്ല. മകളെ ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അങ്ങനെ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ സ്വയം ശൂന്യനായി എല്ലാം പരിത്യജിച്ച് ഇതാ നിന്റെ മാംസത്തിൻ്റെയും ബലഹീനതയുടെയും ഇല്ലായ്മയുടെയും നൊമ്പരങ്ങളുടെയും ഭാഗമായി മാറി തിരുവൽധാരയിൽ ഓർമ്മയായി എങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയ മക്കളെ, അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തെ, ആരാധനയുടെ മണിക്കൂറുകളെ, നിന്റെ അസ്തിത്വങ്ങളെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാണ്. നിന്റെ ബലഹീനതകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യമാണ്. അച്ഛൻ പറഞ്ഞത് ഇതാണ്, ആരാധന ഒരു ബന്ധത്തിൻ്റെ പ്രകടനമാണ്. ഒരു ആഴപ്പെട്ട ബന്ധത്തിൻ്റെ ആഴമായ പ്രകടനമാണ് ആരാധന. അത് നമ്മളെപ്പോഴും ഓർക്കണം കർത്താവിൻ്റെ. അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് സ്നേഹത്തോടെ ഈശോയെ എനിക്ക് മതിയായവനാണ് അവിടെ നിന്നല്ലേ സങ്കീർത്തനം പറയുന്നു. കർത്താവ് എനിക്ക് എന്നും മതിയായ, അങ്ങനെ ഒരു അനുഭവം നമുക്ക് കർത്താവിനെ ആരാധന കർത്താവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. എനിക്ക് എല്ലാത്തിനും മതിയായവനാണ് കർത്താവ്. ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ഇത്രയേറെ കുറവുകൾ എനിക്കുണ്ടെങ്കിലും എനിക്കൊരു ഉത്തരമുണ്ടല്ലോ, എനിക്ക് മതിയായവനായ കർത്താവുണ്ട്. എനിക്ക് യോജിച്ചവനായ, എനിക്ക് ഉത്തരം നൽകുവാനായിട്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഉത്തരം എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്ന പ്രിയം? അങ്ങനെ ആരാധനയുടെ സാന്നിധ്യത്തെ, ആരാധനയുടെ നിമിഷങ്ങളെ ഈ ഒരു ആത്മാവിലേക്കുള്ള അല്ലെ, സങ്കീർത്തന പുസ്തകം 4:7 പറയുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ എനിക്കില്ലാതിരുന്ന ആനന്ദമാണ് കർത്താവേ അങ്ങേ സന്നിധിയിൽ എനിക്കുള്ളത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാത്തതായ ആനന്ദമാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ആഴമുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. എത്രയോ കാര്യങ്ങളുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നോക്കിക്കേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും. കാരണം ഈശോ പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു ഈശോ. അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ വേദനകൾ പോലും കർത്താവിൻ്റെ ബ്ലെസ്സിങ് ആണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വേദനകളിൽ പോലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്.
അങ്ങനെ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ, അങ്ങനെ പദ്ധതിയുള്ള ഒരപ്പൻ, അങ്ങനെ പദ്ധതിയുള്ള ഒരമ്മ തൻ്റെ മകളെ തള്ളിക്കളഞ്ഞിട്ട് പോകുമോ പ്രിയ സഹോദരങ്ങളെ? അവൻ വേദനിക്കും, അവൻ സങ്കടപ്പെടും. പക്ഷേ അവൻ്റെ പിതാവിൻ്റെ കരം, അവൻ്റെ അമ്മയുടെ കരം അവൻ്റെ മേലുണ്ട്. ഇതുപോലെയാണ് കർത്താവ് നിന്നെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനകളാണെങ്കിൽ പോലും ഒരേ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആരാധിക്കാനുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബനാഥനെ, രോഗിയായ അപ്പനെ അമ്മയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആരാധനയായിട്ട് കർത്താവിന് കൊടുക്കാൻ യേശു ആഗ്രഹിക്കുകയാണ്. കാരണം അത് പദ്ധതിയാണ്. നിൻ്റെ മകനെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണത്. അതിന് ആരാധന അർപ്പിക്കുക. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അനേകായിരം കോടാനുകോടി കാര്യങ്ങളുണ്ട്. ഇത്രയും പ്രായമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വച്ചതും എൻ്റെ മനസ്സിലുള്ളതും ഇനി എനിക്ക് നൽകാൻ പോകുന്നതും ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെ ഓർത്ത എൻ്റെ കർത്താവിന് എനിക്ക് ആരാധന അർപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഈശോയ്ക്ക് ആരാധന അർപ്പിക്കുവാനായിട്ട് നമുക്ക് തിരുസന്നിധിയിൽ ഈ ഒരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. ഈ ഒരു ബന്ധത്തെ നമുക്ക് അനുഭവിച്ചുകൊണ്ട്, ആ ഒരു ബന്ധം സൗഖ്യമാണ് പ്രിയമുള്ളവരെ. അങ്ങനെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം സൗഖ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവുമായുള്ള ഒരു യാത്ര നമുക്ക് അനുഗ്രഹത്തിൻ്റെ യാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ആരാധന മണിക്കൂറുകളിലൊക്കെ ഈ ഒരു സൗഖ്യ അനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഉയരോടെ വിളിച്ച് ആരാധിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഈശോയെ, ഞങ്ങളെ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ കർത്താവേ, അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ കർത്താവേ. അവിടുത്തെ വിളിയുടെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങേ ആരാധിക്കുവാൻ, ഓരോ ആരാധനയിലും അവിടുത്തെ വിളിയെ ഞങ്ങൾ ഓർത്ത് മഹത്വപ്പെടുത്തുവാൻ ഈശോയെ, ഓരോ ആരാധനയിലും അങ്ങയുടെ പദ്ധതിയെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ, ഓരോ ആരാധനയിലും ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേക്ക്, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ആരാധന ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഈശോയെ. പ്രിയമുള്ളവർ, ഈ നിമിഷം ഇതാ നിങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ ആരാധന പ്രാർത്ഥനയിലൂടെ കർത്താവ് നിരവധിയായ സൗഖ്യങ്ങളെ, നിരവധിയായ സൗഖ്യ മേഖലകളിലേക്ക് കർത്താവ് കടന്ന സമയമാണ് എല്ലാ മക്കളുടെയും ജീവിതത്തിൽ. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന കർത്താവേ, നിങ്ങൾക്ക് മാത്രം സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, അനേക നാളുകൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കർത്താവെ, അനേകം സംവത്സരങ്ങൾ എൻ്റെ ജീവിതത്തെ തൊടുന്ന കർത്താവിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി കർത്താവിനെ കാത്തിരുന്നവൻ്റെ വിശ്വാസത്തെ നമുക്ക് ധ്യാനിക്കാം. എന്ന നിമിഷം കർത്താവേ, വെള്ളമിറങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. പല മക്കളുടെ അനുഭവം ഇതുപോലെയാണ്. അനുഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാൻ ഈശോയെ, മകളെ, മകനെ, നിന്റെ വിശ്വാസമുണ്ട്, നിന്റെ വിശ്വാസമുണ്ട് കർത്താവിനടുത്ത് കൊണ്ടെത്തിക്കുവാനായിട്ട്. ആ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് മിന്നു മാത്യു. ഞാൻ പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ. 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 3-ാം തീയതിയാണ്. ഞാനന്ന് ഉടമ്പടി വെച്ച നിയോഗം, ഞാനന്ന് BTech 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്നൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ 3rd ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോലി ലഭിച്ചു. പിന്നീട് അതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് ആ ജോലിയെക്കുറിച്ച് യാതൊരു റെസ്പോൺസും കമ്പനി തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു, നീ മാസ്റ്റേഴ്സ് എടുക്കാൻ ഓസ്ട്രേലിയയ്ക്ക് വരാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ PTE എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ 1 month കോച്ചിങ് എടുത്തു. ഫസ്റ്റ് ടൈം ഞാൻ PTE എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ ലഭിച്ചെങ്കിലും അനിയൻ്റെ യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള സ്കോർ എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് രണ്ടാമതൊരു തവണയും കൂടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും എക്സാമിന് പോയി. എക്സാം എഴുതി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ എക്സാമിൻ്റെ സൈറ്റിൻ്റെ പാസ്വേഡ് മാതാവെന്നാക്കാൻ. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ടൈമിൽ പാസ്വേഡ് മാറ്റി മാതാവെന്നാക്കി റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ മുന്നോട്ട് ഓസ്ട്രേലിയൻ പേപ്പർ വർക്ക് നീങ്ങി. ഞാൻ ലോണിന് ബാങ്കിൽ ചെന്നു. ലോൺ തരത്തില്ല എന്നവർ പറഞ്ഞു. ഓൾറെഡി ബ്രദർ ലോൺ എടുത്തത് കൊണ്ട് എനിക്ക് ലോൺ തരില്ല എന്ന് മാനേജർ പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവുമായി ഹെഡ് ഓഫീസിൽ ചെന്ന് മാനേജറിനെ കാണുകയും പിന്നീട് വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ സാങ്ഷനാക്കി തരികയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീങ്ങി. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് GT സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ GT സബ്മിറ്റ് ചെയ്ത ടൈമിൽ അവർ ഉടൻ തന്നെ അത് റിജക്റ്റ് ആക്കുകയും ചെയ്തു. അവർ പറഞ്ഞ റീസൺ ഇതായിരുന്നു, ഞാനും ബ്രദറും സെയിം യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് ഫിനാൻഷ്യൽ ലോൺ ഇല്ലയെന്ന് പറഞ്ഞാണ് റിജക്റ്റ് ആക്കിയത്. അങ്ങനെ 3 തവണ വേറെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. വീണ്ടും റിജക്ഷൻസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയ എന്നുള്ളത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ലോൺ വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പം ബാങ്കുകാർ പറഞ്ഞു, ഈ പേപ്പറെല്ലാം ഇവിടെ ഇരിക്കട്ടെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഫെബ്രുവരി ഇൻടേക്കിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ BSNL ടെമ്പററി പോസ്റ്റിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ പറഞ്ഞു, വേറെ നല്ല ജോലി ലഭിക്കുവാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദുബായിലേക്ക് പോയി. അവിടെ ഇൻ്റർവ്യൂ കോഴ്സ് അറ്റൻഡ് ചെയ്തെങ്കിലും ഓഫർ ലെറ്റർ വന്ന ഉടൻ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ 3 to 4 ജോബ് നഷ്ടപ്പെട്ടു തുടങ്ങി. അതായത് ഞാൻ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവരെന്നെ വിളിച്ച് പറയും, ഇങ്ങോട്ട് വരണ്ട, വേറെ ആൾക്കാരെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ആക്കുമായിരുന്നു. അങ്ങനെ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ. അപ്പോഴേക്കും ഞാൻ വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു. വീണ്ടും ഞാൻ ജോലിക്ക് കയറി. കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷേ അവിടെയുള്ള എംപ്ലോയീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ 2 to 3 ഡേയ്സ് മന്ത്സ് എടുത്താൽ മാത്രമേ നമുക്ക് വർക്കിംഗ് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ വിസിറ്റിംഗ് വിസ പുതുക്കാനുള്ള ടൈമായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ബർത്ത്ഡേ വന്നു. മാർച്ച് 13 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായി ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയ്ക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു. പക്ഷെ അത് മാർച്ച് 13 അല്ലായിരുന്നു, 18 ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അവൻ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓസ്ട്രേലിയക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ ആയിട്ടുള്ളൂ, ഇനിയും വിസ റിജക്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ബാക്കിൽ അവൻ പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പേപ്പർ വർക്ക് അവൻ നടത്തി. അപ്പം ഒരു ഏജൻസിയെ സമീപിക്കുകയും അവർ 90% പറഞ്ഞു നിങ്ങൾക്ക് വിസ ലഭിക്കും, ബാക്കി 10% വിസ ഓഫീസറിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ ഫസ്റ്റ് പേപ്പർ വർക്കിന് ഇറങ്ങിയത് മാർച്ച് 18 ആയിരുന്നു. പക്ഷേ അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലായത് 18 എന്ന ഡേറ്റ് മാതാവ് കാണിച്ചു തന്നതായിരുന്നെന്ന്. അങ്ങനെ മുന്നോട്ട് പോയി. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ചു. പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നെൻ്റെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഞാൻ ലോണിന് പോയി. അവർ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ സാങ്ഷൻ ആക്കി തന്നു.
ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞാൻ സോഷ്യൽ വർക്കിന് പോകുമായിരുന്നു. എല്ലാ ഫ്രൈഡേസിലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി അമ്മമാരെ ശുശ്രൂഷിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഓരോ ഫ്രൈഡേസ് കഴിയുമ്പോഴും ഓരോ പോസിറ്റീവ്സ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീണ്ടു, COE വന്നു, മെഡിക്കലിന് പോയി. അങ്ങനെ വിസയ്ക്ക് വെക്കാൻ ടൈമായി. വിസയ്ക്ക് വെക്കാൻ ടൈം ആയപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മാർച്ച് 18-ാം തീയതി എടുത്ത പേപ്പർ ഒരെണ്ണം ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ആകെ തകർന്നു. ആകെ ആ പേപ്പർ കൊണ്ട് മാത്രമേ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ പേപ്പർ വിസയ്ക്ക് വെച്ചാൽ വിസ റിജക്റ്റ് ആവുമെന്ന് ഏജൻസി പറഞ്ഞു. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിനി ഒരു രക്ഷയില്ല, ഇനി നീയാണ് ഈ പേപ്പർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ പേപ്പർ വെക്കണ്ടെന്ന് പറഞ്ഞു. വിസയ്ക്ക് വെക്കാം, റിജക്റ്റ് ആയാലും കുഴപ്പമില്ല, അത് സഹിക്കാനുള്ള ശക്തി തരണേ മാതാവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഏപ്രിൽ 28-ാം തീയതി വിസയ്ക്ക് വെക്കാൻ ടൈമായി. അന്ന് രാവിലെ വീണ്ടും ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വ്യത്യാസപ്പെട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നിരാശയായി. ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് വിസയ്ക്ക് വെച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വിസയ്ക്ക് ഫീസ് അടച്ചു. അപ്പോൾ ഏപ്രിൽ 28-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:56 ഞാൻ വിസയ്ക്ക് വെച്ചു. മാക്സിമം ഒരു വിസ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ 30 to 36 ഡേയ്സാണ് വേണ്ടത്. പക്ഷേ എനിക്ക് മാർച്ച് 28-ാം തീയതി 2:57 തന്നെ ഓട്ടോഗ്രാൻഡ് വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. 12 പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എല്ലാ മാസവും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാനും പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും വരുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മോൾക്ക് ഈ അനുഗ്രഹം നൽകിയ മാതാവ്, അതിന് ആദ്യത്തെ എൻ്റെ ഉടമ്പടി ഞങ്ങൾക്കൊരു പ്ലോട്ട് വിൽക്കാൻ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ 2023 അത് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അതുപോലെ തന്നെ നിയോഗത്തിൽ വെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അച്ഛനൊരു കാശുരൂപം തന്നു. ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ മാർച്ച് 31 മുമ്പ് ആ സ്ഥലത്തിന് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. പക്ഷേ അത് പിന്നെയും തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് യാതൊരു മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും അച്ഛനെ കാണണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി പറമ്പിൽ ഒന്നുകൂടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങളുടെ വണ്ടിയിൽ ഉപ്പിരിപ്പുണ്ടായിരുന്നു. ആ പോയ സമയത്ത് ആ ഫ്ലോട്ടിൽ ഞങ്ങൾ ഉപ്പ് വിതറി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് മൊത്തം വിതറി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഫോൺ പോലും വിളിക്കാതെ വീട്ടിൽ വന്ന് പറയാണ്, പിന്നത്തെ ആഴ്ച നമുക്ക് അത് എഴുതാം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് 5 വർഷമായിട്ട് ഞങ്ങൾ വിൽക്കാനിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതും മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. പിന്നെ എൻ്റെ ഈ മോള് മാർച്ച് 17-ാം തീയതി അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾ 18 മാതാവ് കാണിച്ച്. ഞാൻ പറയുമായിരുന്നു മോളെ 18-ാം തീയതിയാണ് കാണിക്കുന്നത്, എന്താണെന്നറിയില്ല, ജോലി കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് അന്ന് തന്നെ ഞങ്ങൾക്ക് പേപ്പർ വർക്ക് തുടങ്ങി. അങ്ങനെ അവൾക്ക് വിസയും ലഭിച്ചു. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ, ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിൽ വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രം ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുകയും അതുപോലെ തൈലം അവർക്ക് വേണ്ടിവരെ പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ കുട്ടികളും വരുമായിരുന്നു. അതുപോലെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അമ്മമാരുടെ അവിടെ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് തലമുടി വെട്ടിക്കൊടുക്കുകയും അവരുടെ നഖം വെട്ടുകയും അവരെ റൂമൊക്കെ ക്ലീനാക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ പാത്രം കഴുകുകയും അങ്ങനെയെല്ലാം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും കുട്ടികളും പോയി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പത്രം ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ വീട് കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എൻ്റെ ഈ ഉടമ്പടി അമ്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് തരണേന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ പിള്ളേരും ഞാനും കൂടെ ഒരു ഉടമ്പടി പത്രവുമായിട്ട് ഇങ്ങനെ വീട് കയറി ഇറങ്ങി. അങ്ങനെ കഴിഞ്ഞ മാസം ഇവിടെ ഒരു ചേട്ടൻ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു.
ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ബിജിഷ് എന്ന സഹോദരൻ ആ മകന് പത്രം കൊണ്ട് കൊടുത്തു. ഞാൻ ആ മകനോട് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അവർക്ക് വിശ്വാസം കുറവായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ മകനോട് പറഞ്ഞപ്പോൾ ആ മകന് ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വരുമെന്നും അതുപോലെ തന്നെ ഉപ്പും തൈലമൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓഫീസുകളിലൊക്കെ പോയി നമ്മൾ അതിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാതാവ് സാധിച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ആ മകന് വിശ്വാസമില്ലെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ മാസം ആ മകൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ മകനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെ പറയുകയും ചെയ്തു. അതിനുശേഷം അതെനിക്ക് മനസ്സിലായി, മാതാവ് ഞങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്തു എന്ന്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി.